സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുക. 4 മണി മുതൽ 30 സെക്കൻഡ് അലേർട്ട് സൈറൺ 3 വട്ടം നീട്ടി ശബ്ദിക്കും. സൈറൺ കേട്ടാലും ഇല്ലെങ്കിലും കേൾക്കാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ കൂടിയും 4:02-നും 4:29-നും ഇടയിലാണ് മോക്ക് ഡ്രിൽ നടത്തേണ്ടത്. കേന്ദ്രത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സൈറൺ ഇല്ലാത്ത ഇടങ്ങളിൽ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അതായത് എന്തെങ്കിലും തരത്തിൽ അവിടെ സൈറൺ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ ആരാധനാലയങ്ങളിലൂടെ അനൗൺസ്മെന്റ് ഒക്കെ നൽകി അറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് നൽകാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ പറയുന്നത്. മാത്രമല്ല 4:28 മുതൽ സുരക്ഷിതം എന്ന സൈറൺ 30 സെക്കൻഡ് മുഴുകും. അതാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ അവസാനത്തെ സൈറൺ എന്ന് പറയുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ട് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ ഇത് പൂർണ്ണമായും പൂർത്തിയാകുമ്പോൾ ഒരു കാരണവശാലും അപകടമില്ലാതെ മോക്ക് ഡ്രിൽ നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും പരുക്കോ അല്ലെങ്കിൽ ആളപായമോ അങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ മോക്ക് ഡ്രിൽ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 104 സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ സൈറൺ മുഴങ്ങുക.